കപ്പലപകടങ്ങളിൽ നഷ്ടപരിഹാരം തേടി സർക്കാർ ഹൈക്കോടതിയിലേക്ക്. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതിയുടെ റിപ്പോർട്ടിന് ശേഷമായിരിക്കും നടപടി. എത്ര തുക നഷ്ടപരിഹാരം തേടണമെന്ന് തീരുമാനിച്ച ശേഷം ഹർജി നൽകും. സർക്കാർ ഇതിനുള്ള നിയമസാധ്യത തേടിയിരിക്കുകയാണ്. മാരിടൈം നിയമവിദഗ്ധരെ നിയോഗിക്കാനും ആലോചനയുണ്ട്. ശ്യാം ദേവരാജൻ വിവരങ്ങളുമായി. ശ്യാം, ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും കപ്പലുകളുമായി ബന്ധപ്പെട്ട് കർശനമായ നിലപാട് വരുന്ന ഘട്ടത്തിലാണ് നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ടും സർക്കാർ ഒരു തീരുമാനത്തിലേക്ക് നീങ്ങാനിരിക്കുന്നത്. എന്തൊക്കെ തരത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ സർക്കാർ നടത്തുന്നത്? ശ്യാം, സ്മൃതി, ഇക്കാര്യത്തിൽ നിയമപരമായ സാധ്യതകളാണ് ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട സർക്കാർ ആലോചിക്കുന്നത്. ഹൈക്കോടതിയിൽ അഡ്മിറാലിറ്റി സ്യൂട്ട് നൽകുന്ന കാര്യമാണ് സർക്കാർ അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ നിയമസാധ്യതകളാണ് ആലോചിക്കുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ചും 2 കപ്പലപകടങ്ങളാണ് കേരളത്തിൻ്റെ തീരത്ത് ആഴക്കടലിൽ ഉണ്ടായത്. അത് രണ്ടിൽ ഒരു കപ്പൽ മുങ്ങുകയും മറ്റൊരു കപ്പൽ തീപിടിക്കുകയുമായിരുന്നു. രണ്ടിലും പരിസ്ഥിതി നാശമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ചും സമുദ്ര ഉൽപ്പന്നങ്ങൾക്ക്, സമുദ്രവുമായി ബന്ധപ്പെട്ട പരിസ്ഥിതിക്ക് വലിയ നാശമുണ്ടായി. ആദ്യത്തെ കപ്പൽ MSC എൽസ 3 മുങ്ങുമ്പോൾ അതിൽ നിന്നുള്ള ചില കണ്ടെയ്നറുകൾ തീരപ്രദേശത്തേക്ക് അടിയുന്ന അവസ്ഥ വരെ ഉണ്ടായി. ഇതിൽ നിന്നും പ്രത്യേകിച്ചും പരിസ്ഥിതിക്ക് ദോഷകരമായ ഉൽപ്പന്നങ്ങളാണ് കണ്ടെയ്നറുകളിൽ നിന്നും പുറത്തേക്ക് വരികയും ചെയ്തത്. ഇത് മത്സ്യബന്ധനത്തെ അടക്കം ദോഷകരമായി ബാധിക്കുകയും ചെയ്തു. മറ്റൊന്ന്, കപ്പൽ തീപിടിച്ചതാണ്. ഇതിൽ നിന്ന് ഏതാണ്ട് ലക്ഷക്കണക്കിന് ടൺ ഇന്ധനമാണ് പുറത്തേക്ക് ഒഴുകുന്നത്. അത് ഈ സമുദ്രത്തിൻ്റെ പരിസ്ഥിതിക്ക് അതും ദോഷകരമാണ്, വിനാശകരമാണ്. ഇക്കാര്യത്തിൽ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ ഒരു വിദഗ്ധ സമിതി ഇക്കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. ഈ സമിതിയുടെ റിപ്പോർട്ട് ഉടൻ സർക്കാരിന് ലഭ്യമാകും. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും എത്ര കോടി രൂപ നഷ്ടപരിഹാരം തേടണം എന്ന കാര്യത്തിൽ സർക്കാർ ഒരു അന്തിമമായ തീരുമാനമെടുക്കുക. ഇത് സംബന്ധിച്ചാണ് നിയമവിദഗ്ധരുമായി ആലോചന നടത്തിയത്. ഹൈക്കോടതിയിൽ നിന്ന് അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ടാണ് സർക്കാർ ഇതിൻ്റെ നിയമസാധ്യതകൾ ആരായുന്നത്. പ്രത്യേകിച്ചും മാരിടൈം നിയമവിദഗ്ധരെ തന്നെ നിയോഗിച്ച് ഇത് സംബന്ധിച്ച കേസ് നടത്താനാണ് ആലോചിക്കുന്നത്. അഡ്മിറാലിറ്റി നിയമം 2017 അഡ്മിറാലിറ്റി നിയമം അനുസരിച്ചുള്ള ഹർജിയാണ് സർക്കാർ ആലോചിക്കുന്നത്. ആ ഹർജി നൽകേണ്ടത് ഹൈക്കോടതിയിലാണ്. അങ്ങനെയെങ്കിൽ എത്ര തുക നഷ്ടപരിഹാരം തേടണം എന്ന കാര്യം ആലോചിച്ചതിന് ശേഷമായിരിക്കും സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച ഹർജി നൽകുക. ഇതിന് ഈ കേസ് നടത്തിപ്പിന് മാരിടൈം നിയമ വിദഗ്ധരെ തന്നെ നിയോഗിക്കാനുള്ള ആലോചനയും സർക്കാർ നടത്തുന്നുണ്ട്. അത് എത്രയും വേഗം തന്നെ ഉണ്ടാകും എന്നാണ് കരുതുകയും ചെയ്യുന്നത്. ഏതായാലും വലിയ പ്രതിഷേധങ്ങളുടെ ഒരു സാഹചര്യം കൂടിയുണ്ട്. സർക്കാരിന്റെ വേഗം അതിനുശേഷമായിരുന്നു എന്നുള്ള വിമർശനം കൂടി വരികയാണ്.